ഗാസ മുനമ്പിൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കണമെന്ന ആഹ്വാനവുമായി ഐക്യരാഷ്ട്ര സംഘടന ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് UN ഏജൻസികൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. വെടിനിർത്തൽ പരാജയപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ ആഴ്ച മാത്രം ഇസ്രായേൽ കൊലപ്പെടുത്തിയത് 1000-ലധികം കുട്ടികളെയെന്നും UN റിപ്പോർട്ട്. ഗാസ മുനമ്പിൽ അടിയന്തരമായി വെടിനിർത്തൽ പുനഃസ്ഥാപിക്കണം, ബന്ദികളെ വിട്ടയക്കണം, സാധാരണക്കാരെ സംരക്ഷിക്കണമെന്നീ ആവശ്യങ്ങളാണ് 6 UN ഏജൻസികളുടെ തലവന്മാർ ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവന മുന്നോട്ട് വയ്ക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും ലോക ഭക്ഷ്യസുരക്ഷാ ഏജൻസിയും യൂണിസെഫും അടക്കം സംഘടനകളാണ് ആഹ്വാനത്തിന് പിന്നിൽ. ഗാസയിൽ വെടിനിർത്തൽ പരാജയപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 1000-ലധികം കുട്ടികളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയിലാണ് ഗാസയിൽ കുഞ്ഞുങ്ങൾ. ഒരു മാസമായി ഗാസയിലേക്ക് യാതൊരു സഹായവും എത്തുന്നില്ല. IDF പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് ഭക്ഷണവും അവശ്യമരുന്നുകളുമടക്കം സഹായം അതിർത്തികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ച മാർച്ച് 18-നു ശേഷം ഗാസയിൽ അഭയാർത്ഥി പ്രതിസന്ധി വീണ്ടും രൂക്ഷമായിരിക്കുന്നു. ഗാസയുടെ 2/3 ഭാഗവും ഇസ്രായേലിന്റെ അധീനതയിലായി കഴിഞ്ഞു. ഒഴിപ്പിക്കൽ ഉത്തരവുകൾ 2.1 ദശലക്ഷം വരുന്ന പലസ്തീനികളെ വീണ്ടും കൂട്ടപലായനത്തിലേക്ക് തള്ളിവിട്ടു. യുദ്ധം ആരംഭിച്ച 2023 ഒക്ടോബറിനു ശേഷം 408 സന്നദ്ധ പ്രവർത്തകർ ഗാസ മുനമ്പിൽ കൊല്ലപ്പെട്ടെന്നും ഇതിൽ UN-ന്റെ പലസ്തീനിയൻ ഏജൻസിയായ യുണർവയുടെ 280 അംഗങ്ങൾ ഉൾപ്പെടുന്നതായും UN റിപ്പോർട്ട് പറയുന്നു. ഈ സാഹചര്യത്തെ കണ്ട് വെടിനിർത്തൽ പുതുക്കുന്നതിന് ലോക നേതാക്കൾ അടിയന്തരമായി ഇടപെടണമെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളെ സംരക്ഷിക്കുന്നതിന് ശക്തമായ നിലപാടെടുക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ സംഘടനാ നേതാക്കൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.